എല്ലാവർക്കും നമസ്കാരം. 2017 നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പോൾ വിചാരണ കോടതിയുടെ വിധി വന്നതിന് ശേഷവും ആ വിധിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആൾക്കാർ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ 8.5 വർഷം നിരന്തരം റിപ്പോർട്ട് ചെയ്ത ഒരു കേസിൽ വിധി വരുമ്പോൾ ആ വിധിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അതേ ആവേശത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ തയ്യാറാകുന്നില്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ദിലീപിനെതിരായിട്ടുണ്ടായിരുന്ന ഗൂഢാലോചനയ്ക്ക് എന്തൊക്കെ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്, അതെങ്ങനെയാണ് കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടത്, കോടതി അതിനെ എങ്ങനെയാണ് വിലയിരുത്തിയത്, എന്തുകൊണ്ടാണ് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ച് 8 പാർട്ടുള്ള ഒരു വീഡിയോ സീരീസ് ചെയ്തത്. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഗൂഢാലോചനയുമായി ബന്ധമില്ലാത്ത എന്നാൽ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള മൊഴികളുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി ഈ കേസിലുണ്ട്, അതിനെക്കുറിച്ചും വിശദമായിട്ട് വീഡിയോ ചെയ്യാം എന്ന്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. കാരണം ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കാനാകാത്ത ഒരു സാന്നിധ്യമായിരുന്നു ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ്റേത്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട് നിരവധി വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ തെളിവുകളുടെ രൂപത്തിൽ എങ്ങനെയാണ് കോടതിയിലെത്തിയത്, എങ്ങനെയാണ് അത് കോടതിയിൽ പരാജയപ്പെട്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത്. നോക്കാം. നമുക്കറിയാം, ഈ കേസ് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസിനെ വിചാരണ ചെയ്യുന്നതൊഴികെ ബാക്കി എല്ലാവരുടെയും വിചാരണകളും കോടതി നടപടികളും എല്ലാം പൂർത്തിയായ ഘട്ടത്തിലാണ് പെട്ടെന്ന് ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ്റെ എൻട്രി ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കുറേയധികം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. അദ്ദേഹം കുറേയധികം ഡിജിറ്റൽ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുന്നു. അതേ തുടർന്ന് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ പിന്നീട് ഈ കേസ് 3 വർഷത്തേക്ക് വീണ്ടും നീളുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ പ്രാധാന്യമാണ് പ്രോസിക്യൂഷൻ ബാലചന്ദ്രകുമാറിൻ്റെ തെളിവുകൾക്ക് നൽകിയത്. അതുകൊണ്ട് അതെന്തൊക്കെയായിരുന്നു എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ്. ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട് നിരവധി വെളിപ്പെടുത്തലുകളുണ്ട്. അതിൽ ഒരു വെളിപ്പെടുത്തൽ, അദ്ദേഹം 2016 ഡിസംബർ മാസം 26-ാം തീയതി, അതായത് ക്രിസ്മസിൻ്റെ പിറ്റേന്ന് നടൻ ദിലീപിൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയി. അന്നത്തെ ദിവസം അവിടെ വെച്ച് അദ്ദേഹം പൾസർ സുനിയെ കണ്ടു എന്നുള്ളതാണ്. പൾസർ സുനി ദിലീപിനോട് സംസാരിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അയാളുടെ കയ്യിൽ പണമുണ്ടായിരുന്നു. പിന്നീട് ഒരു ചുവന്ന സ്വിഫ്റ്റ് വാഹനത്തിലാണ് അവിടെ നിന്ന് പോകുന്നത്. ഭക്ഷണം വാങ്ങാനും മറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദിലീപിൻ്റെ സഹോദരൻ്റെ സാന്നിധ്യം, മറ്റ് ചില ആൾക്കാരുടെ സാന്നിധ്യം, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ന്യൂനതകൾ ഈ ഡിഫൻസ് ആ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, 2016 ഡിസംബർ മാസം ദിലീപിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിട്ടില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചടങ്ങിലേക്ക് തനിക്ക് ക്ഷണമുണ്ട് എന്ന് ശ്രീ ബാലചന്ദ്രകുമാർ പറഞ്ഞിരിക്കുന്നത് വാസ്തവമാകാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം അങ്ങനെ ബാലചന്ദ്രകുമാറിനെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ഒരു ഗൃഹപ്രവേശ ചടങ്ങ് എന്തായാലും വെക്കുകയില്ല. ദിലീപിനെ പോലെ അറിയപ്പെടുന്ന ഒരു നടൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് എന്തായാലും വാർത്തയാകും, നിരവധി ആൾക്കാർ അതിൽ പങ്കെടുക്കും. പക്ഷേ അങ്ങനെ അത് വാർത്തയായിട്ടുമില്ല, ആൾക്കാരങ്ങനെ പങ്കെടുത്തിട്ടുമില്ല. അങ്ങനെ ആരെങ്കിലും പങ്കെടുത്തിരിക്കുന്നതിൻ്റെ ചിത്രങ്ങളും അന്ന് വന്നിട്ടില്ല. എന്തായാലും 2016 ഡിസംബർ മാസം 25-നോ 26-നോ ഏതെങ്കിലും തീയതിയിൽ ദിലീപിൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ മറ്റാൾക്കാരെ ഒന്നും തന്നെ ഈ ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് വിളിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് പറയുന്നത്, ആരെയൊക്കെയാണ് ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് വിളിക്കേണ്ടത് എന്നുള്ളത് ഗൃഹനാഥൻ്റെ തീരുമാനമാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഗൃഹനാഥൻ അയാളുടെ ബന്ധുക്കളെയും അയാളുടെ അടുത്ത സുഹൃത്തുക്കളെയും ഇൻഡസ്ട്രിയിലുള്ള അയാളുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരെയും ഒക്കെ വിളിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ആരും അവിടെ വന്നതായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രം അവിടെ നിന്ന് വന്നിട്ടുള്ളതായിട്ടോ നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ്, അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ടർ തന്നെ പറയുന്ന ഒരു കാര്യം, ആ സമയത്ത് വീടിൻ്റെ പണി പൂർത്തിയായിരുന്നില്ല. അതുകൊണ്ട് 2016 ഡിസംബർ മാസത്തിൽ ദിലീപിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 25-ാം തീയതി നടന്ന ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷേ തനിക്ക് അന്ന് പോകാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് അടുത്ത ദിവസം പോയത് എന്നൊക്കെയാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. പക്ഷേ ബാലചന്ദ്രകുമാർ ഈ 26-ാം തീയതി അയച്ചിരിക്കുന്ന മെസ്സേജുകളൊക്കെ കണ്ടാൽ താൻ അങ്ങോട്ട് വന്നോട്ടെ, കാണാനായിട്ട് സമയമുണ്ടോ തുടങ്ങി ദിലീപിൻ്റെ സഹോദരനെയാണ് അദ്ദേഹം മെസ്സേജുകൾ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അവിടെ അങ്ങനെ ഒരു ചടങ്ങില്ല, അതല്ല എങ്കിൽ അത് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അദ്ദേഹം അവിടെ ക്ഷണിക്കപ്പെട്ട ഒരാളായിരുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. തന്നെയുമല്ല, ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ കോടതിയിൽ മൂർച്ഛിക്കുന്ന സമയത്ത് അവസാനം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസിന് തന്നെ ആ സത്യം പറയേണ്ടി വന്നു. അത് കോടതി വിധിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: PW 261 ബൈജു പൗലോസ് വാസ് കൺസ്ട്രെയിൻഡ് ടു അഡ്മിറ്റ് ദാറ്റ് except the oral evidence of PW 222 Balachandra Kumar, no evidence is available to show that there was house warming ceremony on 25 December 2016. അതായത്
ഈ ബാലചന്ദ്രകുമാറിൻ്റെ വാക്കാലുള്ള മൊഴിയല്ലാതെ ദിലീപിൻ്റെ വീട്ടിൽ 2016 ഡിസംബർ 25 ഹൗസ് വാമിംഗ് ചടങ്ങ് നടന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല എന്ന് അവസാനം ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വാസ് കൺസ്ട്രെയിൻ ടു അഡ്മിറ്റ്. അദ്ദേഹം അത് സമ്മതിക്കുന്നതിന് നിർബന്ധിതനായി തീർന്നു എന്ന് വളരെ കൃത്യമായിട്ട് കോടതി ഈ വിധിയിൽ പറയുന്നുണ്ട്. ഇനി ബാലചന്ദ്രകുമാറിൻ്റെ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ. അദ്ദേഹം പറഞ്ഞത് ദിലീപിനെ കണ്ടതിന് ശേഷം പൾസർ സുനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ കയ്യിൽ പണമുണ്ടായിരുന്നുവെന്നും പിന്നീട് ഒരു ചുവന്ന സ്വിഫ്റ്റ് കാറിൽ കയറി യാത്ര ചെയ്തു എന്നുമാണ്. ഇത് പ്രോസിക്യൂഷന്റെ വാദത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരിക്കൽ പോലും തമ്മിൽ ഫോൺ ചെയ്യുക പോലും ചെയ്യാതെ അതീവ രഹസ്യമായിട്ടാണ് പൾസർ സുനിയുമായിട്ടുള്ള ബന്ധം ദിലീപ് സൂക്ഷിച്ചത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ്. അങ്ങനെയെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ, ബാലചന്ദ്രകുമാർ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പൾസർ സുനിയുമായിട്ട് പരസ്യമായിട്ടുള്ള ഒരു ബന്ധത്തിന് ദിലീപ് തയ്യാറാകുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാഹനത്തിൽ അദ്ദേഹത്തിനെ കയറ്റിവിടുകയും ഒപ്പം ദിലീപിൻ്റെ സഹോദരനും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതും പ്രോസിക്യൂഷന്റെ അതുവരെ കൊണ്ടുവന്നിരുന്ന കേസിൻ്റെ സ്ട്രക്ചറുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യമല്ല. തന്നെയുമല്ല, ആ സമയത്ത് അവിടെ മറ്റ് ചില ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. എന്നാൽ ആ മറ്റാൾക്കാർ ആരൊക്കെയാണ് എന്ന് അന്വേഷിക്കുന്നതിന് അന്വേഷണ സംഘം ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും അങ്ങേയറ്റം കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തികച്ചും രഹസ്യമായിട്ട് മാത്രമാണ് പൾസർ സുനിയുമായി ദിലീപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന് നാളിതുവരെ ഉണ്ടായിരുന്ന വാദത്തിനെ ഇവിടെ പ്രോസിക്യൂഷൻ തന്നെ ലംഘിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തന്നെയുമല്ല, പ്രോസിക്യൂഷന്റെ കേസ് അനുസരിച്ച് ദിലീപും പൾസർ സുനിയും തമ്മിൽ ഏതാണ്ട് 7 സ്ഥലങ്ങളിൽ വെച്ചാണ് ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. ഇവിടെ ദിലീപിന്റെ വീട്ടിൽ വെച്ച് ഇവർ രണ്ടുപേരും ഒന്നിച്ചുണ്ടായിരുന്നുവെങ്കിൽ, അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് പൾസർ സുനിയുടെ കയ്യിൽ പണമുണ്ടായിരുന്നുവെങ്കിൽ അത് മറ്റൊരു ഗൂഢാലോചനയായിട്ട് പോലീസിന് ലിസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ കൂടിയാണ് ഇത് അറിഞ്ഞത് എന്നല്ലാതെ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് പോലീസിനോ പ്രോസിക്യൂഷനോ അതുവരെ ഒരു അഭിപ്രായവും ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, പ്രോസിക്യൂഷൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച പൾസർ സുനിയുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ അതിൽ മറ്റുള്ള 7 സ്ഥലങ്ങളിലുമുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എന്തോ വിചിത്രമായ കാരണങ്ങളാൽ ദിലീപിന്റെ വീട്ടിൽ വെച്ച് 2016 ഡിസംബർ 25 നടത്തിയിരുന്ന ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചോ അന്ന് പണം കൈപ്പറ്റി എന്നീ കാര്യങ്ങളെക്കുറിച്ചോ പൾസർ സുനിയും അയാളുടെ സ്റ്റേറ്റ്മെന്റിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒരു വിവരം പ്രോസിക്യൂഷനോ പോലീസിനോ ഉണ്ടായിരുന്നില്ല ബാലചന്ദ്രകുമാർ പറയുന്നത് വരെയും എന്നുള്ളതാണ് വസ്തുത. ഇനി ബാലചന്ദ്രകുമാറിന്റെ മൂന്നാമത്തെ വെളിപ്പെടുത്തൽ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 2021 ഒക്ടോബർ മാസം 26 ദിലീപിന്റെ വീട്ടിലെ കെയർടേക്കറായിരുന്ന ദാസൻ എന്ന വ്യക്തി, അദ്ദേഹം സാക്ഷി നമ്പർ 242 അദ്ദേഹം ബാലചന്ദ്രകുമാറിനോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് കരുതിയിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഓർക്കുക, ഈ സംഭവം നടക്കുന്നത് 2021 ഒക്ടോബർ മാസം 26 പക്ഷേ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. 2020 ഡിസംബർ മാസം വരെ മാത്രമേ ദാസൻ ദിലീപിന്റെ കെയർടേക്കറായിട്ട് ജോലി ചെയ്തിരുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയി. അദ്ദേഹം തന്നെ കോടതിയിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നതാണ്, തനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല, താൻ 2020 ഡിസംബർ വരെ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, താൻ ജോലിയിൽ നിന്ന് വിട്ടതിന് ശേഷം പിന്നീട് ഒരു 10 മാസം കൂടി കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എങ്കിൽ അതറിയാൻ തനിക്ക് ഒരു വകുപ്പുമില്ല എന്ന് അദ്ദേഹം കോടതിയിൽ തന്നെ വന്ന് പറയുന്ന സാഹചര്യവുമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റിന് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള വിലയുമില്ല. തന്നെയുമല്ല, ബാലചന്ദ്രകുമാർ തന്നെ ആദ്യം ദാസനെ ഉദ്ധരിച്ചാണ് ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ പിന്നീട് ദാസൻ അവിടെ ജോലിക്കില്ല എന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടാവാം പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ചില വ്യത്യാസം വരുത്തുന്നുമുണ്ട്. ഇത് തന്നെയുമല്ല ബാലചന്ദ്രകുമാറിനെതിരായിട്ട് നിൽക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഓർക്കുക, ഈ കെയർടേക്കർ തന്നോട് പറഞ്ഞത് 2021 ഒക്ടോബർ മാസം 26 എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ബോധം ബാലചന്ദ്രകുമാറിന് ഉണ്ടാകേണ്ടത് അന്നത്തെ ദിവസം മുതലാണ്. പക്ഷേ ബാലചന്ദ്രകുമാറിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ചില ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസും കണ്ടെത്തി. അങ്ങനെയുള്ള ഇമെയിലുകളിൽ ഒന്ന് ഈ പറയുന്ന ഡേറ്റിന്, അതായത് 2021 ഒക്ടോബർ മാസം 26 അതിനും ഒരു ദിവസം മുമ്പുള്ളതാണ്, 25 അന്ന് കേരളത്തിലുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് അദ്ദേഹം ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം സ്ഫോടനാത്മകമായിട്ടുള്ള ചില വിവരങ്ങൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഇമെയിൽ അയച്ചത്. അതായത് കെയർടേക്കർ തന്നോട് അലർട്ട് ആകാനായിട്ട് പറയുന്നതിനും ഒരു ദിവസം മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ബാലചന്ദ്രകുമാർ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളെയും അറിയിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് തൻ്റെ ഫോണിലെ ക്ലോക്കിൻ്റെ സമയം കറക്റ്റ് ആയിരുന്നില്ല എന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. ഇനി മറ്റൊന്ന്, സുനിയെ ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടതിനെക്കുറിച്ച്
മറ്റാരോടും ഒന്നും പറയാൻ പാടില്ല എന്ന് ദിലീപിന്റെ സുഹൃത്തും നിർമ്മാതാവുമായിട്ടുള്ള റോഷൻ ചിറ്റൂർ എന്നൊരാൾ പറഞ്ഞു എന്നാണ് ബാലചന്ദ്രകുമാർ പോലീസിനോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ ഗൂഢാലോചനയിൽ റോഷനും പങ്കാളിയാകേണ്ടതാണ്, അങ്ങനെയെങ്കിൽ അദ്ദേഹവും പ്രതിയാകേണ്ടതാണ്, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനെ ഇൻ്ററോഗേറ്റ് ചെയ്യാനായിട്ട് പോലീസ് തയ്യാറാകണം. പക്ഷേ ഇങ്ങനെ ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ബാലചന്ദ്രകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഈ റോഷൻ എന്ന വ്യക്തി, അദ്ദേഹം ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്, അദ്ദേഹത്തിന് ഇതിലുള്ള കണക്ഷൻ എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പോലും ഇവിടെ പോലീസ് മെനക്കെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ റോഷൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന കാര്യം പോലും സത്യമാണോ അല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് ഇത് വായിക്കുന്ന സമയത്ത് സംശയം തോന്നും. ഇനി ബാലചന്ദ്രകുമാർ കൊണ്ടുവന്ന മറ്റൊരു തെളിവ്, ആ ദിവസം ദിലീപിൻ്റെ വീട്ടിൽ താൻ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതിന് ദിലീപിനോടൊപ്പമുള്ള ഒരു സെൽഫിയാണ് അദ്ദേഹം കാണിക്കുന്നത്. എന്നാൽ എന്നാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് എന്നോ ആ ഫോട്ടോയിൽ കാണുന്നത് ആ വീട് തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പോലീസ് ആ വിഷയവും അന്വേഷിച്ചിട്ടില്ല. തന്നെയുമല്ല, ഈ ഫോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ടൈം സ്റ്റാമ്പ് കൃത്യമായിട്ട് ആ മൊബൈലിൽ റെക്കോർഡ് ചെയ്യപ്പെടും. ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് വൈകുന്നേരം ഏതാണ്ട് 6 മണിക്കാണ്. പക്ഷെ ബാലചന്ദ്രകുമാർ പറയുന്നത് താൻ ദിലീപിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ഏതാണ്ട് ഉച്ച സമയത്താണ് എന്നാണ്. എന്തായാലും ബാലചന്ദ്രകുമാറിൻ്റെ ഫോണിലെ ക്ലോക്ക് ഒരുപക്ഷെ തെറ്റായിരിക്കുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ, ബാലചന്ദ്രകുമാറിൻ്റെ ഈ മൊഴി ഉണ്ടായതിനു ശേഷവും അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന് സ്ഥാപിക്കുന്നതിനോ തെളിയിക്കുന്നതിനോ, അങ്ങനെ പണം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ പൾസർ സുനിയിൽ നിന്നോ മറ്റാൾക്കാരിൽ നിന്നോ ഒക്കെ ശേഖരിക്കുന്നതിനോ, അവിടെ ഉണ്ടായിരുന്നത് എന്ന് ബാലചന്ദ്രകുമാർ തന്നെ പറയുന്ന മറ്റുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് അന്വേഷിക്കുന്നതിനോ ഒന്നും തന്നെ പോലീസ് ശ്രമിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. തന്നെയുമല്ല, ഈ ഒരു സെൽഫി ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഇതെല്ലാം തന്നെ തെളിയിക്കപ്പെട്ടു എന്ന മട്ടിലാണ് പോലീസ് പ്രൊസീഡ് ചെയ്തത്. അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. ബാലചന്ദ്രകുമാറും ദിലീപും കൂടി ഒന്നിച്ചുള്ള ഒരു സെൽഫിയിൽ ഇവർ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് ഉണ്ടായിരുന്നു എന്നത് മാത്രമേ പ്രൂവ് ചെയ്യുകയുള്ളൂ. അല്ലാതെ പൾസർ സുനിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നോ അവിടെ ഒരു പണ കൈമാറ്റം നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സെൽഫി കൊണ്ട് തെളിയിക്കാനും സാധ്യമല്ല എന്നുള്ളത് കേരള പോലീസ് മറന്നുപോയോ എന്നുള്ളതാണ് സംശയം. ഇനി ബാലചന്ദ്രകുമാറിൻ്റെ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ചില തെളിവുകൾ, ചില ഓഡിയോ സംഭാഷണങ്ങൾ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 2017 നവംബർ മാസം 15-ാം തീയതി അദ്ദേഹം ദിലീപിൻ്റെ വീട്ടിലിരിക്കുകയാണ്. അവിടെ ബൈജു ഭായ് എന്ന് വിളിച്ചുകൊണ്ട് ദിലീപ് ഒരാളിനോട് സംസാരിക്കുന്നു. അവർ സംസാരിക്കുന്നത് ഈ വാഹനത്തിൽ നടന്ന ആക്രമണത്തിൻ്റെ വീഡിയോയെക്കുറിച്ചാണ് എന്നതുകൊണ്ട് തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് ഈ വിഷയത്തിലുണ്ട് എന്ന് ബാലചന്ദ്രകുമാറിന് ബോധ്യമായതുകൊണ്ടും ആ സമയത്ത് തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റെക്കോർഡിംഗ് ഡിവൈസ്, ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ച് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സംഭാഷണം മുഴുവനും റെക്കോർഡ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഭയം കാരണം ഇൻ്റർമിറ്റൻ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തത് എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തുടർച്ചയായിട്ടുള്ള റെക്കോർഡിംഗ് അല്ല, മറിച്ച് ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്തായാലും ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 2017 നവംബർ മാസം 15-നാണ് എങ്കിലും ബാലചന്ദ്രകുമാറിൻ്റെ പെൻഡ്രൈവിൽ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് 2022 ജനുവരി മാസം 2-ാം തീയതിയാണ്. പക്ഷേ അതിലെ ലാസ്റ്റ് റിട്ടൺ തീയതികൾ നവംബർ ഡിസംബർ 2021 എന്നുള്ളതാണ് പ്രത്യേകത. താനിതൊരു ടാബ്ലറ്റിലാണ് റെക്കോർഡ് ചെയ്തത് എന്ന് ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട്. പക്ഷേ ആ ടാബ്ലറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്ന് സാധിച്ചിരുന്നില്ല. അത് ഇനി റിക്കവർ ചെയ്യാൻ കഴിയാത്ത രീതിയിലത്തേക്ക് അത് കേടുപാടുകൾ പറ്റിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. തന്നെയുമല്ല, താനിത് റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിനെ ഒരു ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നു, പിന്നീട് അത് മറ്റൊരു ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നു, പിന്നീട് അതൊരു പെൻഡ്രൈവിലേക്ക് മാറ്റുന്നു, CD-യിലേക്ക് മാറ്റുന്നു, വീണ്ടും പെൻഡ്രൈവിലേക്ക് മാറ്റുന്നു, വേറൊരു ലാപ്ടോപ്പ് വരുന്നു. അങ്ങനെ അസ്യൂസിൻ്റെ, തോഷിബയുടെ, പിന്നെ ഏസറിൻ്റെ ഇങ്ങനെ 3 ലാപ്ടോപ്പുകളെങ്കിലും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. കൂടാതെ ചില CD-കളുണ്ട്, ചില പെൻഡ്രൈവുകളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഡിവൈസുകളിലേക്കൊക്കെ തന്നെ ഈ ഡേറ്റ മാറ്റിയിരിക്കുന്നതിനെക്കുറിച്ച് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടായില്ല. WAV ഫയലുകളാണ് ഈ ഓഡിയോ ഫയലുകൾ എന്ന് പറയപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് വന്നിരിക്കുന്നതെല്ലാം തന്നെ MP3 ഫയലുകളാണ്. ഈ WAVയെ പിന്നീട് MP3 ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ് എന്ന് പറയുന്നു. പക്ഷേ ഡിജിറ്റൽ എവിഡൻസ് എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ ഈ ഡിജിറ്റൽ എവിഡൻസിനെ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. തന്നെയുമല്ല, ലാബിൽ വെച്ച് റിക്കവർ ചെയ്തിരിക്കുന്നത് ആകെ 29 ഓഡിയോ ക്ലിപ്പുകളാണ്. പക്ഷേ ബാലചന്ദ്രകുമാർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും ഓഡിയോ ക്ലിപ്പുകൾ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, അതിനേക്കാൾ കുറവായിരുന്നു. ചില ഫയലുകളൊക്കെ തന്നെ അതേ പെൻഡ്രൈവിൽ ഡിലീറ്റഡ് ആയിരുന്നു, അത് വീണ്ടും റിക്കവർ ചെയ്യുകയാണ്. അങ്ങനെ അവസാനം 29 ഓഡിയോ ഫയലുകളാണ് ലാബിൽ വെച്ച് റിക്കവർ ചെയ്തെടുത്തത്. ഈ ഓഡിയോ ഫയലുകൾ മാത്രമല്ലാതെ ചില വീഡിയോ ഫയലുകളും മറ്റ് ചില ഫയലുകളും ഒക്കെ തന്നെ ഈ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നു.
അതെല്ലാം കൂടി ചേർത്ത് മൊത്തത്തിൽ 69 ഫയലുകളാണ് ഉണ്ടായിരുന്നത്. ഈ 69 ഫയലുകളും ഈ പെൻഡ്രൈവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്, അതിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടത് 2022 ജനുവരി മാസം 2-ാം തീയതിയാണ് എന്നുള്ളതാണ് ലാബ് റിപ്പോർട്ട്. എന്നാൽ ബാലചന്ദ്രകുമാർ പറഞ്ഞത് ഇതൊക്കെ തന്നെ 2021 മെയ് മാസമാണ് ഈ ഡിവൈസിലേക്ക് മാറ്റിയത് എന്നാണ്. പക്ഷേ ലാബിൽ നിന്ന് കാണുന്നത് അങ്ങനെയല്ല. 2021 മെയ് മാസത്തിലല്ല, മറിച്ച് 2022 ജനുവരി മാസത്തിലാണ് ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് ഈ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ റെക്കോർഡിംഗ് എന്നാണ് നടന്നത് എന്നതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ ഈ റെക്കോർഡിംഗ് ഡിവൈസ് അതേപോലെ തന്നെ കിട്ടിയിരിക്കണം എന്നാണ് ലാബ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഈ റെക്കോർഡിംഗ് ഡിവൈസ് എത്തിച്ചു കൊടുക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല, ബാലചന്ദ്രകുമാറിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: PW 261 ബൈജു പൗലോസ് ഓൾസോ അഡ്മിറ്റഡ് ദാറ്റ് FSL റിപ്പോർട്ട് ഡസ് നോട്ട് ഷോ ദാറ്റ് ദ വോയിസ് ക്ലിപ്സ് വെയർ റെക്കോർഡഡ് ഓൺ 15 നവംബർ 2017. അതായത് ബാലചന്ദ്രകുമാർ ക്ലെയിം ചെയ്യുന്നത് പോലെ 2017 നവംബർ മാസം 15-ാം തീയതിയാണ് ഈ ഓഡിയോ ഫയലുകളെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്ന് റിപ്പോർട്ടിലൊന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ അത് തന്നെ ബാലചന്ദ്രകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആധികാരികതയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ഇനി ബാലചന്ദ്രകുമാറിൻ്റെ ഓഡിയോ ഫയലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈജു ഭായ് എന്നൊരാളിനോട് ദിലീപ് ഈ ഒരു അക്രമത്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിലീപാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്ന് ബാലചന്ദ്രകുമാറിന് ബോധ്യമാകുന്നു. അതിനെക്കുറിച്ച് ദിലീപ് ഈ ബൈജു ഭായിയോട് പറയുകയാണ്. അതായത് ബാലചന്ദ്രകുമാർ പറയുന്നത് തൻ്റെ മുന്നിൽ നടന്ന കോൺവെർസേഷനാണ്. ദിലീപ് ബൈജു ഭായിയോട് സംസാരിക്കുകയാണ്. ആ സമയത്ത് താൻ തൻ്റെ ടാബ്ലറ്റിൽ ഈ ശബ്ദം റെക്കോർഡ് ചെയ്തെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. കാരണം അന്നേ ദിവസം അവിടെ ദിലീപിൻ്റെ വീട്ടിൽ ബൈജു ഭായ് ഉണ്ടായിരുന്നില്ല. ഡിഫൻസിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വാദമാണ്, അതിനെ സമർത്ഥിക്കുന്ന തെളിവുകളും അവർ മുന്നോട്ട് കൊണ്ടുവന്നു. ഒന്നാമത്തെ കാര്യം, ബൈജു ഭായ് എന്ന ഈ വ്യക്തി അദ്ദേഹം കോടതിയിൽ വരുന്നുണ്ട്, അദ്ദേഹം സാക്ഷിയായിട്ട് വരുന്നുണ്ട്, അദ്ദേഹം 246-ാമത്തെ പ്രോസിക്യൂഷൻ വിറ്റ്നസ്സാണ്. അദ്ദേഹം അന്നേ ദിവസം MG യൂണിവേഴ്സിറ്റിയിൽ തൻ്റെ മകളുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി മകളോടൊപ്പം പോയിരുന്നു. അങ്ങനെ പോയിരുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള പല തെളിവുകൾ അവരുടെ പക്കലുണ്ട്. ഒന്ന്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും കൂടി അന്നേ ദിവസം എടുത്തിരിക്കുന്ന ഒരു സെൽഫിയുണ്ട്. 2, അന്നത്തെ ദിവസം ഏതാണ്ട് ഉച്ചയ്ക്ക്, അതായത് 11:57 രാവിലെ, ആ സമയത്തിന് അവിടെ ഫീസ് അടച്ചിരിക്കുന്നതിൻ്റെ റെസീറ്റും മറ്റ് രേഖകളുമുണ്ട്. തന്നെയുമല്ല, അവർ ഉച്ചയ്ക്ക് ശേഷം തിരികെ വരുന്ന സമയത്ത് കല്ലറ എന്ന സ്ഥലത്ത് അവരുടെ ബന്ധുക്കളെ സന്ദർശിച്ച് അവിടെ വെച്ച് എടുത്തിരിക്കുന്ന ചിത്രങ്ങളുമുണ്ട്. ഇവിടുത്തെ രസകരമായ കാര്യം, ബൈജു എന്ന വ്യക്തിയോട് ഈ കാര്യത്തിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫോൺ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരുന്നു. ഇതിലെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ പോലീസ് കണ്ടിരുന്നു. അതിൻ്റെ ടൈം സ്റ്റാമ്പ് അടക്കമുള്ള കാര്യങ്ങൾ അവർ വെരിഫൈ ചെയ്തിരുന്നു. പ്രോസിക്യൂഷൻ വിറ്റ്നസ് 259 ആയിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസർ അദ്ദേഹത്തിനെ അവിടെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹത്തിനോട് ഈ ഫോട്ടോ കണ്ട കാര്യത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഫോണിൽ ഗാന്ധി യൂണിവേഴ്സിറ്റി അതിരമ്പുഴ അവിടെ വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ താൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം കോടതിയിൽ തന്നെ സമ്മതിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം ഈ ഫോട്ടോ വെരിഫൈ ചെയ്തു എന്ന് മാത്രമല്ല, അതിന് ടൈം സ്റ്റാമ്പ് അടക്കമുള്ള കാര്യങ്ങളും മറ്റെല്ലാ വിവരങ്ങളും അദ്ദേഹം വെരിഫൈ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് അവിടെ വെച്ച് ഡിഫൻസ് കൗൺസിൽ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്ന സമയത്ത് ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ താൻ ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് കോടതിയുടെ മുന്നിൽ തന്നെ അദ്ദേഹം പറയുന്നുമുണ്ട്. ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ ബൈജു എന്ന വ്യക്തിയുടെ ഫോൺ പിടിച്ചെടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന് കൃത്യമായ ബോധ്യം അന്വേഷണ സംഘത്തിന് ഉണ്ടാവുകയും ചെയ്തതിന് ശേഷവും ഇതിനെ ഒരു തെളിവായിട്ട് കോടതിയിൽ സമർപ്പിക്കാനായിട്ട് അന്വേഷണ സംഘം തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. കോടതി തന്നെ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ആ ഒരൊറ്റ തെളിവിൽ ബാലചന്ദ്രകുമാറിൻ്റെ ഈ ഗൂഢാലോചന നടന്നപ്പോൾ അത് റെക്കോർഡ് ചെയ്തു എന്നുള്ള ഒരു വാദം അവിടെ പൊട്ടിത്തകർന്നു വീഴുമായിരുന്നു. അതുകൊണ്ട് അന്വേഷണ സംഘം അത് കോടതിയിൽ അവതരിപ്പിച്ചില്ല എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം കോടതി എഴുതുന്നത് ഇങ്ങനെയാണ്: വൈ ദ സെഡ് എവിഡൻസ്, അതായത് ഈ ബൈജു എന്ന വ്യക്തിയുടെ ഫോൺ, വൈ ദ സെഡ് എവിഡൻസ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദിസ് കോർട്ട് ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ബൈ ദ പ്രോസിക്യൂഷൻ. എന്തുകൊണ്ടാണ് ആ തെളിവ് ഈ കോടതിയിൽ കൊണ്ടുവരാഞ്ഞത്? ഈ ഫോണിൽ നിന്നുള്ള ഫോട്ടോയും മറ്റു കാര്യങ്ങളും, അതിൻ്റെ ടൈം സ്റ്റാമ്പ്, അവിടുത്തെ ഫീ റെമിറ്റൻസിൻ്റെ റെസീറ്റ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ട് കോടതിയിൽ കൊണ്ടുവന്നില്ല എന്ന കാര്യത്തിനെക്കുറിച്ച് പ്രോസിക്യൂഷന് വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നതേയില്ല എന്ന് കോടതി ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഓൺ ദ ബേസിസ് ഓഫ് ദി എബൌവ് ഡിസ്കഷൻസ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഐ ഹോൾഡ് that the prosecution failed to prove the presence of PW 246 Baiju at the residence of accused number 8 Dilip on 15 November 2017 as claimed by PW 222, അത് ബാലചന്ദ്രകുമാർ, ബിയോണ്ട് റീസണബിൾ ഡൗട്ട്.
അതുകൊണ്ട് തന്നെ അതിനെ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ വീട്ടിൽ വെച്ച് ബൈജുവിനോട് ബൈജു ഭായി എന്ന് വിളിച്ചുകൊണ്ട് ദിലീപ് സംസാരിക്കുന്നതിനെയാണ് താൻ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് ബാലചന്ദ്രകുമാർ പറയുമ്പോൾ അവിടെ ബൈജു ഉണ്ടായിരുന്നതേയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാതെയായി മാറുകയാണ് എന്നുള്ളത് പ്രോസിക്യൂഷനെങ്കിലും കൃത്യമായിട്ട് അറിയേണ്ടതാണ്. ഇനി മറ്റൊന്ന്, ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ ടാബ്ലറ്റ്, ആ ടാബ്ലറ്റ് ചീത്തയായി പോയി എന്നാണ് പറയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സർവീസിന് കൊടുത്തിരുന്ന സർവീസ് സെൻറ്ററിൽ നിന്നുള്ള ആൾക്കാരെ വിളിപ്പിച്ചു. സർവീസ് സെൻറ്ററിൽ നിന്നുള്ള അതിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള വ്യക്തി പറയുന്നത് ഇത് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററാണ്, താനൊരു ബിടെക്കുകാരനാണ് എന്ന് ആദ്യം പറയുന്നു. പക്ഷെ പിന്നീട് അതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും താനല്ല ഇതിൻ്റെ റിപ്പയർ ചെയ്തിരിക്കുന്നത്, മറ്റൊരു വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്തതുപോലെ അത് ഡാമേജ്ഡ് ആയി പോയിട്ടുണ്ട് ആ സെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ഡിവൈസിൻ്റെ സർവീസ് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സർവീസിൽ കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് ആപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ടാബ്ലറ്റ് സർവീസ് സെൻറ്ററിൽ കൊടുത്തു എന്നാണ്. അതുകൊണ്ട് തന്നെ സർവീസ് നടത്തി അത് ശരിയാക്കിയിട്ട് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്തു, അങ്ങനെ സെറ്റ് ഓക്കെ ആക്കി എന്നാണ് സർവീസിൻ്റെ റിമാർക്കിൽ സർവീസ് ടെക്നീഷ്യൻ എഴുതിയിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ഈ ഡിവൈസ് ശരിയാവാത്തതുപോലെ തന്നെ അത് കേടായി എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദമെങ്കിൽ അതിനെ സമർത്ഥിക്കുന്ന തരത്തിലുള്ള ഒരു റെക്കോർഡാണ് ഈ സർവീസ് സെൻറ്ററിൽ നിന്ന് കിട്ടേണ്ടത് എങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈൻറ്റ് യൂട്യൂബിൻ്റെ ആപ്പ് വർക്ക് ചെയ്യുന്നില്ല, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് അത് ശരിയായി എന്നുള്ളതാണ്. അവിടെ ഈ സർവീസ് സെൻറ്ററിൽ നിന്നുള്ള ഇതിൻ്റെ നടത്തിപ്പുകാരനെ കോടതിയിൽ കൊണ്ടുവരുന്നു, അദ്ദേഹത്തിനെ വിസ്തരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സാങ്കേതികമായിട്ട് അങ്ങനെയല്ല ഇത് മനസ്സിലാക്കേണ്ടത്, ഈ സെറ്റ് ഓക്കെ എന്നുള്ളതൊക്കെ ഒരു കമാൻഡ് കൊടുക്കുന്നതാണ്, പക്ഷേ ആ സമയത്ത് സോഫ്റ്റ്വെയർ ഫെയിൽ ആവുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ഒരു മെസ്സേജാണ് വരുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കോടതി ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവരുടെ സർവീസ് ഹിസ്റ്ററിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും ഈ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും രണ്ടാണ്. അതായത് ആ ടാബ്ലറ്റ് പെർമനൻ്റ്ലി ഡാമേജ്ഡ് ആയി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെ പറയുന്നത് എങ്കിൽ അങ്ങനെ ആയിരുന്നില്ല അതിൻ്റെ സർവീസ് ഹിസ്റ്ററി കാണിക്കുന്നത്. അതിന് യൂട്യൂബ് ആപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അത് ശരിയായി എന്നാണ് അതിൻ്റെ ഹിസ്റ്ററിയിൽ കാണുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ബൈജു ഭായി അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാലചന്ദ്രകുമാർ കുറേയധികം ഓഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെ കൊണ്ടുവന്നിരുന്നു. ഈ ഓഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെ ലാബിലേക്ക് അയച്ചു കൊടുത്തു, അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കുന്നു, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയൊക്കെയാണ് ഇത് എഴുതുന്നത്. എന്നിട്ട് ലാബിൽ ഇത് പരിശോധിച്ച ആളിനെ കോടതിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആളിനോട് ഇതിലേതെങ്കിലും ഫയൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് എത്ര ഫയലുകളുണ്ടോ, 29 ഫയലുകളുണ്ടോ, ആ 29ഉം ഡിസ്റ്റിങ്ക്റ്റ് ആണ് എന്ന മട്ടിലാണ് മറുപടി നൽകുന്നത്. പക്ഷേ ആ സമയത്ത് ഇതിൻ്റെ ഓരോ ഫയലിൻ്റെയും ട്രാൻസ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് കോടതിയിൽ തന്നെ അത് പ്ലേ ചെയ്ത് കേൾപ്പിക്കുകയും അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് വായിക്കുകയും ചെയ്തു. അങ്ങനെ വായിക്കുന്ന സമയത്ത് ഇതിൽ പല ഓഡിയോ ഫയലുകളുടെയും ഉള്ളടക്കം ഒന്ന് തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി. പക്ഷേ എന്തോ വിചിത്രമായ കാരണത്താൽ ഈ ലാബിൽ ഇത് നോക്കിയിരുന്ന ടെക്നീഷ്യന് മാത്രം ഇതൊക്കെ തന്നെ രണ്ട് തരത്തിലാണ് തോന്നിയത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കോടതി ഈ വിധിയിൽ പറയുന്നുണ്ട്. ഒരു ഓഡിയോ ഫയലിൽ പറയുന്നത് ഇങ്ങനെയാണ്: 3 തവണ ഞാൻ ഉണ്ണിയേട്ടനെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഇതേ ഓഡിയോ തന്നെ കേട്ടിട്ട് എഴുതിയിരിക്കുന്നത് 3 തവണ ഞാൻ ഉണ്ണിയേട്ടനെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചു. നേരത്തെ വിളിച്ചുകൊണ്ടിരുന്നു എന്നാണെങ്കിൽ രണ്ടാമത് വിളിച്ചു. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് ട്രാൻസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് 2 ഫയലുകളാണ് എന്നുള്ളതാണ് ടെക്നീഷ്യൻ പറഞ്ഞത്. ഞാൻ അത് കഴിഞ്ഞിട്ട് പോയി എന്നൊരിടത്ത് എഴുതുന്നു, മറ്റൊരു ഭാഗത്ത് അതേ സംഭാഷണം കേട്ടിട്ട് എഴുതിയിരിക്കുന്നത് ഞാനത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോയിന്നേ എന്ന് പറയുമ്പോൾ ഒറ്റ ഫയലാണെങ്കിലും 2 ട്രാൻസ്ക്രിപ്റ്റ് എഴുതി ഇത് 2 ഫയലാണ് എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു ശ്രമം. അല്ല, അവർ പറയണത് ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് പോയി അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു ഓരോന്നും. അത് പിന്നീട് ഒരു ഭാഗത്ത് എഴുതുന്നത് അല്ല, അവർ പറയണത് ഞാൻ അവൻ്റെ അനിയൻ്റെ അടുത്ത് പോയി, നേരത്തെ സ്വന്തം അനിയനെന്ന് തോന്നിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ ഇവിടെ അവൻ്റെ അനിയനെന്നാണ്, പോയി എന്നിട്ട് അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു ഓരോന്നും എന്നാണ് എഴുതിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതിന് ആസ്പദമായിട്ടുള്ള ഓഡിയോ ഫയൽ ഒന്ന് തന്നെയാണ്, 2 ഫയലുകളായിട്ട് തന്നെയാണ് അതിരിക്കുന്നത്. അതായത് ഫയൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ട്രാൻസ്ക്രിപ്റ്റ് സത്യത്തിൽ ഒന്നാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ എന്തോ വിചിത്രമായ കാരണങ്ങളാൽ 2 ട്രാൻസ്ക്രിപ്റ്റാണ് ഇത് കേട്ട് എഴുതിയിരിക്കുന്ന ലാബിലെ ടെക്നീഷ്യൻ എഴുതി വച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരേ ഫയലിനെ തന്നെ എടുത്ത് അതിൻ്റെ ദീർഘമായിട്ടുള്ള ഒരു പോർഷനിൽ പല ഭാഗങ്ങൾ അതിൽ നിന്ന് കട്ട് ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു ഡിജിറ്റൽ എവിഡൻസ് ഒരിക്കലും ടാമ്പർ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തെളിവ് മൂല്യമില്ല, നഷ്ടപ്പെടും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഒരൊറ്റ ഫയൽ, ആ ഫയലിനെ തന്നെ പല കഷണങ്ങളായിട്ട് മുറിച്ചു, അതിൻ്റെ മൊത്തമുള്ള ഭാഗവുമുണ്ട്, ചെറിയ ചെറിയ പീസുകളായിട്ടും ഇതിലുണ്ട്.
പക്ഷേ അങ്ങനെ തോന്നിപ്പിക്കാതിരിക്കാനാണോ എന്തോ വിചിത്രമായിട്ടുള്ള ചില കാരണങ്ങളാൽ ഇതൊക്കെ തന്നെ വെവ്വേറെ ഫയലുകളാണ് എന്ന് പറയുന്നതിന് വേണ്ടി വെവ്വേറെ ട്രാൻസ്ക്രിപ്റ്റുകളാണ് ലാബിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കോടതിയിൽ നടന്നിരുന്ന ഒരു സംഭാഷണം ഈ വിധിയിൽ എഴുതുന്നുണ്ട്. എ ക്വസ്റ്റ്യൻ ഈസ് പുട്ട് ടു PW258 എന്ന് പറയുന്നത് ലാബിലെ ടെക്നീഷ്യനാണ്. ബൈ ദ ലേണഡ് ഡിഫൻസ് കൗൺസിൽ ദിലീപിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ ദാറ്റ് Q6 ഒരു പ്രത്യേക ഓഡിയോ ഫയൽ ഈസ് ദി എഡിറ്റഡ് പോർഷൻ ഓഫ് Q21 വേറെ ഒരു ഓഡിയോ ഫയലിൻ്റെ എഡിറ്റഡ് പോർഷനാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഷീ പ്രിറ്റൻഡഡ് ഇഗ്നറൻസ്, അവർ ഇതിനെക്കുറിച്ച് അറിയാത്തതുപോലെ നടിച്ചു എന്നാണ് കോടതി എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കോടതി ഈ വിധിന്യായത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. മറ്റ് ചില ഫയലുകൾ നോക്കൂ. ഇതെല്ലാം കോടതി മുറിയിൽ പ്ലേ ചെയ്ത് കേൾപ്പിച്ചതാണ്. അത് ഒരൊറ്റ ഓഡിയോ ഫയൽ തന്നെയാണ്. പക്ഷേ ആ ഓഡിയോ ഫയൽ കേട്ടിട്ട് ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്ന ട്രാൻസ്ക്രിപ്റ്റ് ഇപ്പോൾ ഓനൊന്നും മിണ്ടുന്നില്ലല്ലോ എന്നാണ്. എന്നാൽ ഇതേ ഓഡിയോ കേട്ടിട്ട് മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ അവൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നാണ്. എത്ര ഇൻറ്റഗ്രിറ്റിയോടുകൂടി വേണം ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ലേഷനൊക്കെ തന്നെ നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഇവിടെ ഒരേ ഫയലിനെ തന്നെ രണ്ട് തരത്തിൽ അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അത് രണ്ട് ഫയലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കോടതിയിൽ പൊളിഞ്ഞു വീഴുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അതേപോലെ മറ്റൊരു ഓഡിയോ ഫയൽ കേട്ടിട്ട് എഴുതിയിരിക്കുന്നത് വീട് കെട്ടിയതോടുകൂടി പോലീസുകാർ എന്നൊരു സംഭാഷണ ശകലമുണ്ട്. വീട് കെട്ടിയതോടുകൂടി പോലീസുകാർ. പക്ഷേ അതേ ഓഡിയോ ഫയലിനെ മറ്റൊരു ഭാഗത്ത് കേട്ടിട്ട് എഴുതിയിരിക്കുന്നത് ബെയിൽ കിട്ടിയതോടുകൂടി പോലീസുകാർ. ഒരിടത്ത് വീട് കെട്ടിയതോടുകൂടി പോലീസുകാർ, രണ്ടാമത് അതേ ഓഡിയോ കേട്ടിട്ട് ബെയിൽ കിട്ടിയതോടുകൂടി പോലീസുകാർ. ഈ രീതിയിലാണ് നമ്മുടെ ഫോറൻസിക് സയൻസ് ലാബിൽ നിന്ന് ആൾക്കാരൊക്കെ തന്നെ പോലീസിനെ സഹായിക്കുന്നതിന് വേണ്ടി ട്രാൻസ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഒരേ ഫയലിനെ പലതായിട്ട് മുറിച്ചെടുത്ത് പല ഫയലുകളാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റെക്കോർഡിങ്ങിന് ഒരു തരത്തിലുള്ള ഇൻറ്റഗ്രിറ്റിയുമില്ല, അതിന് ഒരു തരത്തിലുള്ള എവിഡൻഷ്യറി വാല്യൂവും ഇല്ല എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഫോറൻസിക് സയൻസ് ലാബിലെ എക്സ്പേർട്ടിനെ കുറിച്ച് കോടതി ഒരു പരാമർശം നടത്തുന്നുണ്ട്. വെൻ ദിസ് ഫാക്ട് ഈസ് പുട്ട് ടു PW258 അവിടെ നിന്നുള്ള എക്സ്പേർട്ടിനോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ ഷീ എക്സ്പ്ലെയിൻഡ് ദാറ്റ് അവർ പറഞ്ഞത് ഇഫ് വി ഹിയർ ആൻഡ് ലിസൺ ദ വോയിസ് ക്ലിപ്സ് റിപ്പീറ്റഡ്ലി, ഈ വോയിസ് ക്ലിപ്പുകളൊക്കെ തന്നെ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ക്ലിയർലി. അപ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. ദിസ് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ഫ്രം ആൻ എക്സ്പെർട്ട്. ഇതല്ല ഒരു എക്സ്പെർട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹു ക്ലെയിംസ് ടു എക്സാമിൻ ദ വോയിസ് ക്ലിപ്സ് സയൻറ്റിഫിക്കലി. ഇത് സയൻറ്റിഫിക്കലി ശാസ്ത്രീയമായിട്ട് ഈ വോയിസ് ക്ലിപ്പുകളെയൊക്കെ തന്നെ വിശകലനം ചെയ്യുന്ന ഒരു എക്സ്പേർട്ടിൽ നിന്ന് ഇങ്ങനെ പലതവണ കേൾക്കുന്ന സമയത്ത് നമുക്കത് വ്യക്തമായിട്ട് വന്നിട്ട് എഴുതും എന്ന രീതിയിലത്തേക്കൊന്നുമല്ല പറയേണ്ടത്. ഈ രീതിയിൽ തോന്നുന്നത് പോലെ അല്ല ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെക്കേണ്ടത് എന്നാണ് കോടതി നല്ല വൃത്തിക്കും വെടുപ്പിനും പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ നിന്നാണ് ഇത് ഒരു പരാതി എഴുതി അതിനെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനെ ഒരു DTP സെൻറ്ററിൽ പോയിട്ടാണ് ഈ പരാതി തയ്യാറാക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹം കുടുംബവുമായി അവിടെ ചെല്ലുന്നു, എന്നിട്ട് കുടുംബത്തിനെ അവിടെ വിടുന്നു, അവരവിടെ ഇരുന്നത് തയ്യാറാക്കാൻ സഹായിക്കുന്നു, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് വിളിച്ച് ചോദിക്കുന്നു, അത് കറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ പലതവണ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ വേർഷൻ എടുത്തത് എന്നുള്ളതാണ്. ഈ DTP തയ്യാറാക്കിയിരിക്കുന്ന ആളിനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അവർക്ക് ഇതിലുള്ള ചില കറക്ഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം ചേർത്ത് അതിൻ്റെ ഡ്രാഫ്റ്റ് വാട്സാപ്പിൽ അയച്ചു കിട്ടിയിട്ടുണ്ട്. വാട്സാപ്പിൽ അയച്ചു കിട്ടിയിരിക്കുന്ന ആ മെസ്സേജ് കോടതിയുടെ അനുമതിയോടുകൂടി ഈ DTP ഓപ്പറേറ്റർ അത് കോടതി മുറിയിൽ വെച്ച് എടുക്കുകയാണ്. അത് എടുത്ത് കാണിക്കുന്നു. ആ ഡ്രാഫ്റ്റ് വന്നിരിക്കുന്ന ആ നമ്പർ അവിടെ ഷെയർ ചെയ്യുന്നു. ആ നമ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ബാലേന്ദ്രകുമാറിൻ്റെ നമ്പറല്ല, അത് ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നമ്പറാണ്. ഇപ്പോൾ ബാലചന്ദ്രകുമാർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് വേണ്ടി അത് DTP എടുത്ത് തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ബാലചന്ദ്രകുമാർ അയച്ചു കൊടുക്കേണ്ടുന്ന ഒരു പരാതി എങ്ങനെയാണ് ഒരു സിവിൽ പോലീസ് ഓഫീസർ ഈ DTP ഓപ്പറേറ്റർക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. കോടതി തന്നെ പറയുന്നുണ്ട്, ഒരു കാരണവശാലും മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയാതെ ഒരു സിവിൽ പോലീസ് ഓഫീസറും ഇങ്ങനെ ഒരു സാഹസം ചെയ്യില്ല എന്ന് വളരെ കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വ്യാജമായിട്ടുള്ള കുറേ തെളിവുകൾ കൊണ്ടുവന്ന് ഒരു വ്യക്തിയെ കൊടുക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നതിന് മാത്രമേ ഇങ്ങനെ ലക്കും ലഗാനുമില്ലാത്ത അന്വേഷണങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളത് കേരള പോലീസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരു പ്രതിയെ ഒരു സ്ഥാനത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെയുള്ള ശരിയായിട്ടുള്ള തെളിവുകളാണ് കണ്ടുപിടിക്കാനായിട്ട് പോകേണ്ടത്. അതല്ലാതെ വ്യാജമായിട്ടുള്ള തെളിവുകളോ കോടതിയിൽ നിൽക്കാത്ത തെളിവുകളോ
കോടതിയിൽ സ്വീകരിക്കാത്ത തെളിവുകളോ ഒന്നുമല്ല കൊണ്ടുപോകേണ്ടത്. എന്നിട്ട് കോടതി മുറിയുടെ പുറത്തു വന്നിട്ട് ഞങ്ങൾ എല്ലാ തെളിവുകളും അവിടെ സമർപ്പിച്ചിരുന്നു എന്ന് പറയുകയല്ല വേണ്ടത് എന്ന് ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരുന്ന കാര്യങ്ങളിൽ ഒന്നുപോലും കോടതിക്ക് സ്വീകാര്യമാകാതെ പോയത് അതിലുണ്ടായിരിക്കുന്ന ഇൻഹറൻ്റ് ആയിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കോടതി വിധിയെ വിമർശിക്കുന്ന ആൾക്കാർ ആദ്യം നോക്കേണ്ടത് എന്തൊക്കെയായിരുന്നു ബാലചന്ദ്രകുമാറിൻ്റെ തെളിവുകൾ, പ്രോസിക്യൂഷൻ്റെ തെളിവുകൾ, പോലീസ് കണ്ടെത്തിയ തെളിവുകൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹണിയം വർഗീസ് എന്ന ജഡ്ജല്ല, നമ്മളിൽ ആരെങ്കിലുമാണ് അവിടെ ആ കസേരയിൽ ഇരിക്കുന്നത് എങ്കിൽ പോലും ഈ പൊട്ട തെളിവുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വിധി മാത്രമേ ഈ കേസിൽ പുറപ്പെടുവിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സത്യമേവ ജയതേ എന്നതിൻ്റെ അർത്ഥം സത്യമെന്നും പുലരും എന്നാണ് എന്നതിനെക്കുറിച്ച് നമ്മുടെ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും നമ്മുടെ നാട്ടുകാരും എല്ലാവരും മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.